ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മില്ലറ്റ് ഇഡ്ലി മാവ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. 4 തരത്തിലുള്ള മില്ലറ്റുകൾ ഉപയോഗിച്ചാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. മില്ലറ്റ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ റാഗി ഒരു മില്ലറ്റാണ്. അതുപോലെ വേറെയും ധാന്യവകകൾ ഉണ്ട്, പലതരത്തിലുള്ള മില്ലറ്റുകളുണ്ട്. ഓരോ മില്ലറ്റിനും വളരെയധികം ഗുണങ്ങളുണ്ട്. ഒരുപാട് കാൽഷ്യവും ഫൈബറും നിറഞ്ഞ ധാന്യങ്ങളാണിവ. എന്തായാലും നമ്മുടെ ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് മാവ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ലിറ്റിൽ മില്ലറ്റ് 2 ടേബിൾ സ്പൂൺ, ബാർണിയാർഡ് മില്ലറ്റ് 2 ടേബിൾ സ്പൂൺ, കോഡോ മില്ലറ്റ് 2 ടേബിൾ സ്പൂൺ, പിന്നെ നമ്മുടെ റാഗി 2 ടേബിൾ സ്പൂൺ. ആദ്യം പറഞ്ഞ 3 മില്ലറ്റുകളുടെ മലയാള പേരുകൾ എനിക്ക് കിട്ടിയിട്ടില്ല. തമിഴിൽ അതിനെ സാമൈ, കുഥിരൈവാലി, വരഗു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ മലയാള പേരുകൾ അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ പച്ചരി, 1/2 ടേബിൾ സ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഇത്രയും ചേർത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് 4-5 പ്രാവശ്യം കഴുകിയെടുക്കേണ്ടതാണ്. മില്ലറ്റിൽ ഒരുപാട് പൊടിയും അഴുക്കും ഉണ്ടാവും. അത് പോകുന്നവരെ, അതിൻ്റെ വെള്ളം തെളിയുന്നവരെ നമ്മൾ കഴുകിയെടുക്കണം. കഴുകി വെള്ളം വാർത്തെടുത്ത ശേഷം മുങ്ങി നിൽക്കുന്ന അളവിന് വെള്ളം ചേർത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ കുതിർക്കാൻ വെക്കണം. ഇത് ഒരു 6 മണിക്കൂർ നന്നായിട്ട് കുതിർന്ന് കിട്ടണം. നമ്മൾ തലേദിവസം രാത്രി വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ അരച്ചെടുത്താലും കറക്റ്റായിട്ട് കുതിർന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. എല്ലാ മില്ലറ്റുകളും അരിയും ഉലുവയും എല്ലാം തന്നെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മിക്സി ജാറിലേക്ക് മാറ്റി അല്പാൽപമായിട്ട് വെള്ളം ചേർത്ത് കട്ടിയുള്ളൊരു ബാറ്ററായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ മില്ലറ്റ് മാവ് മൊത്തത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മളിത് മൂടി 8 മണിക്കൂർ മാറ്റി വയ്ക്കാം. 8 മണിക്കൂറിന് ശേഷം ഇതുപോലെ ഒന്ന് പുളിച്ചിട്ടുണ്ടാവും. ഇനി ഈ മാവ് ഉപയോഗിച്ച് നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാം. എണ്ണ തടവി ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് ഇഡ്ഡലി ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. 8 മിനിറ്റ് വെന്ത ശേഷം നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ചട്നിയുടെ ഒപ്പം വിളമ്പാവുന്നതാണ്. ഞാനിന്ന് തക്കാളി ചട്നിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. തക്കാളി ചട്നിയുടെ റെസിപ്പി വേറൊരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇഡ്ഡലി ഇളക്കിയെടുക്കുമ്പോൾ പുറത്ത് വെള്ളം തളിച്ച് 1 സ്പൂൺ വെള്ളത്തിൽ നനച്ച ശേഷം അതുപയോഗിച്ച് ഇളക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് അത് വളരെ എളുപ്പത്തിൽ വിട്ടുവരും. എല്ലാ ഇഡ്ഡലിയും നമുക്കിതുപോലെ ഇളക്കിയെടുത്ത് ചട്നിയുടെ ഒപ്പം വിളമ്പാം. നിങ്ങൾ എന്തായാലും ഈ ഇഡ്ഡലി മാവ് ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതുപോലെ ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു മാവാണിത്. ഇത് നമ്മുടെ അരി കൊണ്ടുള്ള ഇഡ്ഡലി മാവിനേക്കാളും വളരെയധികം ആരോഗ്യപ്രദമാണ്. മില്ലറ്റുകൾ നമ്മുടെ എന്നുമുള്ള ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക. അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.